മലപ്പുറം കുറ്റിപ്പുറത്ത് കുടിവെള്ളം എടുക്കുന്നതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിൽ രണ്ടുപേർക്ക് വെട്ടേറ്റു. സഹോദരങ്ങളായ രണ്ടുപേർക്കാണ് വെട്ടേറ്റത്. ഇതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. വി.കെ. ജിഷാദ് ചേരും. ജിഷാദ്, എന്താണ് സംഭവിച്ചത്? ചൊവ്വാഴ്ച രാവിലെ 7:30 സംഭവം നടന്നത്. കോട്ടേഴ്സിൽ താമസക്കാർ തമ്മിലുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത്. കുടിവെള്ളം എടുക്കാനായി ബന്ധപ്പെട്ട് അയൽവാസികൾ താമസക്കാർ തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയായിരുന്നു. ആദവനാട് മാട്ടുമൽ സ്വദേശികളും സഹോദരങ്ങളുമായ മാങ്കോയിക്കൽ അർമുഖൻ, മണി എന്നിവർക്കാണ് കുത്തേറ്റത്. 3 പേർ ചേർന്നാണ് ഇവരെ ആക്രമിച്ചതെന്ന് പറയുന്നു. അർമുഖനെ വാളുകൊണ്ട് ഇടത് തോളിൽ പരിക്കേൽപ്പിച്ചു. കൂടാതെ മണിയെ 3 പേർ ചേർന്ന് മടൽ കൊണ്ട് തലക്കടിക്കുകയും കത്തികൊണ്ട് വരയുകയുമായി ഉണ്ടായത്. പരിക്കേറ്റ ഒരാളെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രിയിലും നില ഗുരുതരമായ മറ്റൊരാളെ കോട്ടക്കലിലെ സ്വകാര്യ ആശുപത്രിയിലും മാറ്റിയിരിക്കുകയാണ്. സംഭവത്തിൽ കുറ്റിപ്പുറം പോലീസ് മൊഴി രേഖപ്പെടുത്തി അന്വേഷണം നടത്തി വരികയാണ്. ഇത്രയധികം സംഘർഷം ഉണ്ടാകാനുള്ള സാഹചര്യം അവിടെ എന്തായിരുന്നു? കുടിവെള്ള പ്രശ്നം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണോ? മുൻവൈരാഗ്യം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? മറ്റെന്തെങ്കിലും പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നോ ഇങ്ങനെ ഒരു വെട്ടിലേക്കും കുത്തിലേക്കുമോ കാര്യങ്ങൾ മാറാൻ? രഞ്ജിത്ത്, മോട്ടർ ഇടുന്നതുമായി ബന്ധപ്പെട്ട് പൈപ്പ് തുറന്നു വിട്ടതാണ് തർക്കത്തിലേക്ക് വഴിമാറിയത്. ആദ്യം സ്ത്രീകൾ തമ്മിലുള്ള പ്രശ്നം പിന്നെ പുരുഷന്മാരിലേക്ക് എത്തുകയായിരുന്നു. പുരുഷന്മാർ തമ്മിൽ വാക്കേറ്റമുണ്ടായി. പിന്നീട് അത് കത്തിക്കുത്തിലേക്ക് മാറുകയായിരുന്നു. ഇപ്പോൾ എങ്ങനെയുണ്ട് ഈ പരിക്കേറ്റ രണ്ടുപേരിൽ ഒരാൾക്ക് ഗുരുതരമാണെന്ന് മനസ്സിലാകുന്നു. മറ്റെന്തെങ്കിലും നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? ആരോഗ്യ നില എങ്ങനെയുണ്ട്? കൂടുതൽ സംഘർഷത്തിനുള്ള സാധ്യത ഉണ്ടോ അവിടെ? സംഭവത്തിൽ കുറ്റിപ്പുറം പോലീസ് മൊഴി രേഖപ്പെടുത്തി അന്വേഷണം നടത്തി വരികയാണ്. പരിക്കേറ്റ ഗുരുതരാവസ്ഥയുള്ള ഒരാളെ കോട്ടക്കലിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റൊരാളെ വളാഞ്ചേരി നടക്കാവ് ആശുപത്രി ചികിത്സയിലാണ്. ശരി ജിഷാദ്. ഇപ്പോൾ അതൊരു ദാരുണമായ സംഭവം നടന്നത് മലപ്പുറത്താണ്. ഇപ്പോൾ